ദുരന്തത്തിൽ മരിച്ച മലയാളി നെവിന്റെ വീട്ടിൽ നിന്ന് ഉമേഷ് ചേരുന്നുണ്ട്. കൊച്ചിയിലെ വീട്ടിലാണ് ഇപ്പോൾ ഉമേഷ് ഉള്ളത്. വളരെ സങ്കടകരമായ ഈ വാർത്ത രാവിലെയോടുകൂടി ബന്ധുക്കളെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉമേഷ്, വൈകുന്നേരത്തോടുകൂടി ബന്ധുക്കൾ ദില്ലിയിൽ എത്തുന്നുണ്ട് എന്നാണ് നേരത്തെ സിബി സൂചിപ്പിച്ചതിൽ നിന്നും വ്യക്തമായ കാര്യം. എന്താണ് വീട്ടിൽ ആരൊക്കെയാണ് ഇപ്പോൾ തുടരുന്നത്? കൊച്ചിയിൽ താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശികളാണ് ഇവർ എന്ന വിവരവും വരുന്നുണ്ട്. കാവ്യ, അതെ, ഈ നെവിൻ്റെ കുടുംബം യഥാർത്ഥത്തിൽ അവർ തിരുവനന്തപുരം സ്വദേശികളാണ്. പക്ഷേ കഴിഞ്ഞ 14 വർഷമായി ഈ മലയാറ്റൂരിലെ മുണ്ടങ്ങാമറ്റം എന്ന് പറയുന്ന സ്ഥലത്തെ ഈ ലാൻസ് വില്ല എന്ന് പറയുന്ന ഈ വീട്ടിലാണ് നെവിൻ്റെ കുടുംബം താമസിച്ചിരുന്നത്. ഇന്ന് രാവിലെ നെവിൻ്റെ മാതാപിതാക്കളടക്കം ആലുവയിലുള്ള പള്ളിയിൽ, ഇന്ന് ഞായറാഴ്ചയാണ്, പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി പോയ സമയത്താണ് ഈ ദുഃഖവാർത്ത അറിയുന്നത്. അതിനുശേഷം അവർ പള്ളിയിൽ നിന്ന് തിരികെ ഈ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. നിലവിൽ വീട്ടുകാർ ആരും തന്നെ ഇല്ല. വലിയ ദുഃഖത്തിലാണ് അവർ ഉള്ളത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ദുഃഖവാർത്തയാണ് അവർ കേട്ടത്. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് അവർക്ക് മോചിതരാവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോഴും അവർ പള്ളിയിൽ തുടരുകയാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നെവിൻ്റെ അമ്മാവൻ ഇന്ന് വൈകിട്ട്, മാതൃ സഹോദരൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിലേക്ക് പോകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഡൽഹിയിലെത്തിയ ശേഷം ആയിരിക്കും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക. ഇന്ന് രാത്രിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിപ്പിച്ച് നാളെ ആയിരിക്കും മൃതദേഹം ഇവിടെ എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. നിലവിൽ ഈ വിവരം അറിഞ്ഞ് ജനപ്രതിനിധികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. MLA റോജി ജോൺ, അങ്കമാലി MLA റോജി ജോൺ, അതുകൂടാതെ സ്ഥലത്തെ പഞ്ചായത്ത് അംഗങ്ങളടക്കം ഇവിടെ, മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്ത് അംഗങ്ങളടക്കം ഇവിടെ ഈ നെവിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ബന്ധുക്കളെല്ലാം ഈ സൂചിപ്പിച്ച പോലെ മാതാപിതാക്കളടക്കം നിലവിൽ പള്ളിയിൽ തന്നെയാണ് തുടരുന്നത്. ഇതിൽ ഈ നെവിൻ്റെ സഹോദരി പഠിക്കുന്നത് തിരുവനന്തപുരത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഈ വിവരം അറിഞ്ഞ ഉടൻ ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാതൃ സഹോദരനും എറണാകുളത്താണുള്ളത്. അദ്ദേഹവും ആലുവയിലേക്കാണ്. ഇവരെല്ലാവരും ആലുവയിലേക്കാണ് എത്തുക. അവിടെ നിന്ന് പിന്നീട് മാതൃ സഹോദരൻ അമ്മാവൻ നേരെ വിമാനത്താവളത്തിലേക്ക് പോയി ഡൽഹിയിലേക്ക് പോകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഡൽഹിയിലെത്തിയ ശേഷമായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാവുക. ഈ നെവിൻ്റെ പിതാവ് ഡെൽവിൻ സുരേഷ്, അദ്ദേഹം പോലീസ് സർവീസിലായിരുന്നു. റിട്ടയർഡ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടാണ് അദ്ദേഹം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ വിരമിച്ചയാളാണ് അദ്ദേഹം. ഈ നെവിൻ്റെ അമ്മ ലാൻസ്ലറ്റ്, അവർ കാലടി സർവകലാശാലയിലെ അധ്യാപികയാണ്. അവിടെ ടീച്ചറായി ഇപ്പോഴും ജോലി ചെയ്തു വരികയാണ്. അവരുടെ ജോലി സൗകര്യാർത്ഥമാണ് ഇവിടേക്ക് താമസം മാറിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, തിരുവനന്തപുരം സ്വദേശികളാണ്. പക്ഷേ കഴിഞ്ഞ ഏതാണ്ട് 14 വർഷത്തോളമായി ഇവിടെ തന്നെയാണ് താമസം. ഈ നെവിൻ പഠിച്ചതെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലറിഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഗവേഷക വിദ്യാർത്ഥിയാണ്. അതിനിടയിലാണ് സിവിൽ സർവീസ് കോച്ചിങ്ങിൻ്റെ ഭാഗമായി ഈ ഡൽഹിയിലെ ഈ കോച്ചിങ് സെൻറ്ററിൽ ചേർന്നത്. അവിടെ ഇന്നലെ രാവിലെ അവിടെ അദ്ദേഹം ലൈബ്രറിയിൽ വായിക്കാനായി എത്തിയപ്പോഴാണ് അപ്രതീക്ഷിതമായി ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ആ വെള്ളപ്പൊക്കത്തിൽ പെട്ട് മരിക്കുന്ന ഏറ്റവും സങ്കടകരമായ അവസ്ഥ ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും വീട്ടിൽ ഇപ്പോൾ ബന്ധുക്കൾ ആരും തന്നെ ഇല്ല. എന്നാൽ വിവരമറിഞ്ഞ് മറ്റു നാട്ടുകാരും ജനപ്രതിനിധികളടക്കമുള്ള ഉമേഷ്, അയൽവാസികളും നാട്ടുകാരും ഒക്കെയും നെവിനെ എപ്പോഴും കാണുന്നവരും പരിചയമുള്ളവരും ഒക്കെ ആയിരിക്കും. തീർച്ചയായും മാതാപിതാക്കൾ അവിടെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വലിയൊരു ജനാവലി എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാണ് അവസാനമായി നെവിൻ വീട്ടിലെത്തിയത്? അതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എത്ര നാളായി ഡൽഹിയിൽ ഈ കോച്ചിങ്ങിലാണ് നെവിൻ എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അവർ പങ്കുവയ്ക്കുന്നുണ്ടോ വിവരങ്ങൾ? ഏതാനും മാസങ്ങളായി നെവിൻ ഇവിടെ എത്തിയിട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. കാരണം കോച്ചിങ്ങിൻ്റെ ഭാഗമായി അവിടേക്ക് പോയതാണ്, ഡൽഹിയിലേക്ക് പോയതാണ്. ഈ നെവിൻ ഇവിടെ വന്ന് പോയിട്ട് കുറേ നാളായോ? എങ്ങനെയാണ്? ഡൽഹിയിൽ തന്നെയായിരുന്നു. പഠനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡൽഹിക്ക് പോയിട്ടുള്ളത്. നാട്ടിൽ ഈ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോട് നാട്ടിലെ ആൾക്കാരുടെ പുള്ളിക്ക് അത്ര ബന്ധമില്ല. പിന്നെ ടീച്ചറാണെങ്കിൽ സംസ്കൃത സർവകലാശാലയിലെ വിഭാഗത്തിലും മേധാവിയാണ്. മറ്റേ അച്ഛനാണെങ്കിൽ പുള്ളി റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും കൂടിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ ജോലി സംബന്ധവും മറ്റു മകൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും കൊണ്ട് ഒരു അധികാരം നാട്ടിലത്ര കോണ്ടാക്ട് ഇവർക്ക് ഇല്ല. നാട്ടുകാരറിയും എന്നതിൽ കഴിഞ്ഞ് കൂടുതലും പുറത്തൊക്കെയാണ്, പഠനവുമായി ബന്ധപ്പെട്ട് പുറത്തൊക്കെയായിരുന്നു. അതുകൊണ്ട് അത്ര പരിചയം നാട്ടിലില്ല. പഠനത്തിൻ്റെ ഭാഗമായും ജോലിയുടെ ഭാഗമായിട്ടാണ് അവരിവിടെ താമസിച്ചത്.
ഇവിടെ താമസിച്ചത്. ഈ പ്രദേശത്തുള്ള സ്കൂളുകളിലോ കോളേജുകളിലോ അല്ല ഒരു വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിചയക്കുറവ് ഈ വിഭാഗത്തിനുണ്ട്. അതാണ് വസ്തുത. ഇപ്പോൾ ആലുവ ഒരു പള്ളിയിൽ പ്രാർത്ഥന ബന്ധപ്പെട്ടവരോട് പോയേക്കണം. അവിടെ തന്നെ അവർ അറിഞ്ഞിട്ട് മറ്റു തുടർ നടപടികളൊന്നും അവർ ഒരു സഭയുമായി ആലോചിച്ച് പറയാമെന്നാണ് പറയുന്നത്. നമുക്ക് മറ്റൊരു ലഭ്യമല്ല. കാവ്യ, നമ്മൾ കേട്ടല്ലോ അത്തരത്തിലാണ് ഇവിടെ പഠനവുമായി ബന്ധപ്പെട്ട് പുറത്തായിരുന്നു പഠിച്ചിരുന്നതൊക്കെ. അതുകൊണ്ട് പുറത്ത് നാട്ടുകാരായിട്ട് അധികം ബന്ധമില്ല, പുറത്തായിരുന്നു അധികവും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മറ്റ് നടപടികളൊക്കെ പൂർത്തിയായി. ശരി ഉമേഷ്, വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ കൂടി ആ കുടുംബവും ആ നാടുമൊക്കെയും കടന്നു പോകുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഉമേഷ് പങ്കുവച്ചത്.